നമുക്കറിയാം പല സ്ട്രെസ്സുകളുമാണ് 90% രോഗങ്ങൾക്കും കാരണം. അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതൊന്ന് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയുന്നത് ചികിത്സയിൽ ഡോക്ടർക്കൊരു പരിമിതികളില്ല. ഏത് തരത്തിലുള്ള രോഗിയെയും ചികിത്സിച്ച് എങ്ങും ചികിത്സകളില്ല. ചിലപ്പോൾ ലോകത്തിൽ തന്നെ 10 കേസിൽ ഒന്നാണ് എന്നൊക്കെ പറയും. മാറാരോഗികൾക്ക് പോലും ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയും ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യാൻ പറയും. അപ്പം എനിക്ക് കാൽപാദത്തിൽ സ്പർശിക്കുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എന്നോടല്ല നന്ദി പറയേണ്ടത്, ദൈവത്തിനോടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് രോഗം മാറാൻ സമയമായിട്ടുണ്ട്. അവരുടെ മുന്നിലിരിക്കുന്ന ദൈവം തന്നെയാണ്. ഗർഭിണികള് അല്ലെങ്കിൽ കുട്ടികള്, ചെറിയ കുട്ടികള്, അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും പലപ്പോഴും ഒഴിവാക്കി വിടാറുണ്ട്. അവർക്കും ഇത് സാധ്യമാണോ? ഞാൻ ഫിസിയോതെറാപ്പി, നാച്ചുറോപ്പതി, മർമ്മ ചികിത്സകളും മാഗ്നറ്റ് തെറാപ്പി, അങ്ങനെ പല ടൈപ്പ് ചികിത്സകളും ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്പെഷ്യൽ സാധനമാണ് കൊടുക്കുന്നത്. അതെ, ഞാൻ എല്ലാവരും കൂടി ചേർത്ത് ഞാൻ എൻ്റെതായ ഒരു ടെക്നിക്കാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. വേദന സംബന്ധമായ രോഗങ്ങൾ പെട്ടെന്ന് റിലീഫ് ഉണ്ടാവും. വേദന ഇല്ലാത്ത പൂർണ്ണമായിട്ട് അവർക്ക് അതിന് റിലീഫ് ഉണ്ടാവും. ഈ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് 100% ഇതിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നടുവേദനയുടെ കേസ് പറഞ്ഞത്. സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം താരൻ പോലുള്ള രോഗങ്ങൾ പലപ്പോഴും വരുന്നത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ഡോക്ടറെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ അടുത്തേക്ക് വരുന്ന ആളുകൾ കൂടുതലും പല സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പം തന്നെ സ്റ്റീഫൻ ദേവസ്യ തന്നെ ഡോക്ടറെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്ന ആ ഒരു ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഡോക്ടറെ തേടി ചികിത്സയ്ക്ക് വരുന്നത്? എനിക്കിവിടെ 99% എൻ്റെ അടുത്തേക്ക് ഓരോ സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരായാലും കടന്നു വരുന്നത് റെഫറൻസ് ത്രൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല തലത്തിലുള്ള രോഗികൾ നമുക്ക് വരാറുണ്ട്. ചിലപ്പോൾ എല്ലാ രീതിയിലുള്ള കൈവിട്ട ആൾക്കാർ പറഞ്ഞ മനസ്സിലായ അവരുടെ രോഗങ്ങൾ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അറിഞ്ഞ് വന്ന രോഗികളായിരിക്കും കൂടുതലും. പിന്നെ സെലിബ്രിറ്റികൾ കൂടുതൽ വരാനുള്ള കാരണം നമുക്കിതിൽ ചികിത്സക്ക് മാത്രമല്ല പ്രതിരോധത്തിനും ഗുണം ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാൽ സാറായാലും മറ്റുള്ള എല്ലാ രീതിയിലുള്ള ഇപ്പം രാഷ്ട്രീയ മേഖലയിലുള്ളവരാണെങ്കിലും അതുപോലെ എല്ലാ സെലിബ്രിറ്റികളാണെങ്കിൽ കൂടുതൽ വരാൻ കാരണം ഇവർക്ക് ജീവിതത്തിൽ ഒത്തിരി സ്ട്രെസ്സുകൾ ഉണ്ടാവും. നമുക്കറിയാം പല സ്ട്രെസ്സുകളുമാണ് 90% രോഗങ്ങൾക്കും കാരണം. അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതൊന്ന് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. കൃത്യമായിട്ട് എല്ലാ നാഡീ ഞരമ്പുകളും നമുക്ക് കാൽപാദത്തിലൂടെ ഉത്തേജിപ്പിച്ചാൽ ആന്തരിക അവയവങ്ങളൊക്കെ റിഫ്രഷ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് കാൽപാദം കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ മുഴുവൻ രോഗങ്ങളും അറിയാൻ കഴിയുക എന്നത് വലിയൊരു ചോദ്യമാണ്. അത് നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ട് കാലത്തെ ആളുകൾക്ക് കാര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായില്ല. അതിന് പ്രധാന കാരണം അവർ ചെരുപ്പില്ലാതെ നടന്നുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ത്രെഡ്മിൽ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പാദം മണ്ണിൽ സ്പർശിക്കണില്ല. അപ്പോൾ കാൽപാദം മണ്ണിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ കല്ലുകളും കാര്യങ്ങളൊക്കെ കാൽപാദത്തിൽ പല മർമ്മസ്ഥാനങ്ങളിൽ കുത്തിക്കൊണ്ട് അത് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. ഈ തിയറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ്ജെറാൾഡ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചപ്പോഴാണ് ലോകം ഇതിനെ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാൽപാദങ്ങളുടെ ഓരോ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അറിയാൻ കഴിയും. അതിൽ പ്രത്യേകം മർദ്ദം ചൊലുത്തി ഉത്തേജിപ്പിച്ചാൽ ആ അവയവത്തിൻ്റെ സെൽസ് ആക്ടിവേഷൻ നടക്കും. അപ്പോൾ കൂടുതൽ ഉണർവ് ലഭിക്കുകയും പെട്ടെന്ന് തന്നെ അത് രോഗം ശമനത്തിലേക്ക് വരികയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഡോക്ടർ ഓഫീസിലേക്ക് വന്നപ്പം പുറത്ത് തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയുന്നത് ചികിത്സയിൽ ഡോക്ടർക്കൊരു പരിമിതികളില്ല. ഏത് തരത്തിലുള്ള രോഗിയെയും ചികിത്സിച്ച് ഭേദമാക്കും. അങ്ങനെ എല്ലാ രോഗങ്ങളും ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? 100% പറ്റില്ല. പക്ഷേ നല്ലൊരു ശതമാനം കേസും ഇവിടെ വന്നിട്ട് മാറിയാണ് പോണത്. അത് ആ രോഗി ചിലപ്പോൾ ദൈവം അവർക്ക് ആ രോഗം നിശ്ചയിച്ചേക്കുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ ആശ്വാസം ലഭിക്കും. അതായത് ഇപ്പോൾ ഒരു 2-3 പെയിൻ കില്ലർ കഴിച്ചിട്ട് പോലും ഒരു വേദന കുറയുള്ള എന്ന രോഗിക്ക് ചിലപ്പോൾ പെയിൻ കില്ലർ ഒഴിവാക്കാൻ പറ്റും. അവർക്ക് നല്ല കംഫർട്ട് സോണിലേക്ക് എത്തും. ആ രോഗി വേദനകളോ കാര്യങ്ങളോ ഇല്ലാതെ സമാധാനത്തിലേക്ക് എത്തും. പക്ഷെ രോഗം പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു 80% മേലുള്ള രോഗങ്ങൾ
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലോപ്പതി എല്ലാ കൈവിട്ട ശേഷം വന്നതിൽ നമുക്ക് ഇതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ തെറാപ്പിയിലൂടെ ആശ്വാസം കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇത് തെറാപ്പി മോഡലായതുകൊണ്ട് മറ്റേ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അല്ല, ഇപ്പൊ ഞാൻ സംശയിച്ചു വെച്ചാൽ അപ്പം ഗർഭിണികള് അല്ലെങ്കിൽ കുട്ടികള്, ചെറിയ കുട്ടികള്, അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും പലപ്പോഴും ഒഴിവാക്കി വിടാറുണ്ട്. അപ്പൊ അവർക്കും ഇത് സാധ്യമാണോ? 100% സാധ്യമാണ്. പ്രഗ്നൻസി പീരീഡിൽ ആദ്യത്തെ 4 മാസത്തേക്ക് ഞാൻ ചെയ്യത്തില്ല. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും തരത്തിൽ അതിന് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നാണെന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. ശരിക്കും അതങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലെങ്കിൽ പോലും ഞാൻ 4 മാസം വരെയുള്ള എടുക്കാറില്ല. അതിനുശേഷം ഞാൻ വരാൻ പറയും. കാരണം കുട്ടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ ആന്തരിക അവയവങ്ങളും നാഡീ ഞരമ്പ് റിഫ്രഷ് ചെയ്യണോട് കൂടി തന്നെ കുട്ടിക്ക് വേണ്ടതായ ന്യൂട്രീഷൻ കാര്യങ്ങൾ എത്താനും വളരെ സഹായിക്കും. അത് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ നീര് വരാനും പ്രത്യേകിച്ച് കാലിൽ നീര് വരണൊക്കെ അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ പോകും. ആ കാലിന്റെ വേദന കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വെരിക്കോസ് അങ്ങനത്തൊക്കെ ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ആശ്വാസം വരും. പിന്നെ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ കുട്ടികളുടെ കേസ്, അതെനിക്കൊരു അനുഭവം പറയാനുള്ളത്. എനിക്ക് UK വന്ന ഫേമസ് FRCS ഡോക്ടർ ഉണ്ട്, അലക്സാണ്ടർ സാറ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾ സാധാരണ ഇത് നിങ്ങളെപ്പോലെ ഡോക്ടർ UK ഇല്ലാന്നാ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ അതെന്താ സാർ അങ്ങനെ എന്ന് വെച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അവിടെ കുട്ടികളുടെ ഡോക്ടർ കുട്ടികളെ മാത്രം നോക്കുള്ളൂ, ന്യൂറോ ഡോക്ടർ ന്യൂറോനെ മാത്രം നോക്കുള്ളൂ, ഓർത്തോ ഡോക്ടർ ഓർത്തോ മാത്രം നോക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ എല്ലാ തരം കേസും അറ്റൻഡ് ചെയ്യാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ തെറാപ്പിയിലൂടെ ഇത്രയും ആളുകൾക്ക് രോഗം മാറുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു അത്ഭുതം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറെ പരിചയപ്പെട്ട സമയം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ഏറ്റവും വലിയ സംശയമായിരുന്നു, എങ്ങനെയാണ് ഡോക്ടർ ഇത്രയും അതായത് ഇവിടേക്ക് വരുമ്പോൾ തന്നെ പല ആളുകളോടും ഡോക്ടറുടെ ചികിത്സാ രീതി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവര് അത്ഭുതത്തോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു ഡോക്ടർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ. കാരണം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചികിത്സാ രീതിയിലേക്കും പോയി, അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും മാറി മാറി ട്രൈ ചെയ്ത് ഒരു ഉപയോഗവുമില്ലാതെ വേദന കൊണ്ട് പുളഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഡോക്ടർ ഒന്ന് സ്പർശിച്ചാൽ തന്നെ അവരുടെ രോഗങ്ങൾ മാറുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ചില കേസുകൾ ഞാൻ എടുക്കാറില്ല. അങ്ങനെ എടുക്കാതെ വിട്ടുകളയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും പനിക്ക് ഞാൻ നോക്കാറില്ല. അതുപോലെ തന്നെ ഇതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഏർലി സ്റ്റേജിൽ നമ്മൾ എടുക്കാറില്ല. പിന്നെ ബാക്കി എല്ലാത്തരം കേസുകളും നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പം എനിക്ക് ചില രോഗികൾ ഫോൺ ചെയ്ത് പറയും, സാറേ എൻ്റെ റിപ്പോർട്ടൊക്കെ ഇന്നതാണ് എന്നൊക്കെ പറയും, എങ്ങും ചികിത്സകളില്ല, ചിലപ്പോൾ ലോകത്തിൽ തന്നെ 10 കേസിൽ 1 എന്നൊക്കെ പറയും. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വരണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മാറാരോഗികൾക്ക് പോലും ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് കാൽപാദത്തിൽ സ്പർശിക്കുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് അതിന്റെ യഥാർത്ഥ റൂട്ട് കോസ് ഏതാണെന്ന് മനസ്സിലാവും, എന്തുകൊണ്ടാണ് ഈ രോഗം വന്നിരിക്കണേന്ന്. അപ്പോൾ അതിലൂടെ നമുക്ക് ചികിത്സിച്ച ഒത്തിരി കേസിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടർക്ക് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. കാരണം ചില ആളുകൾ പറയാറുണ്ട്, ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയിരുന്നാൽ തന്നെ പകുതി രോഗവും മാറുമെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം 2002 ഈ ഫീൽഡിലേക്ക് വന്നാണ്. ഇപ്പം ഏകദേശം ഒരു 22 വർഷത്തോളം ആയില്ലേ. അതിൽ 18 വർഷമായിട്ട് ഞാനിപ്പോൾ ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഇതുപോലത്തെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. ചിലപ്പോൾ വർഷങ്ങളായിട്ട് മാറാത്ത തലവേദന ആയാലും അതുപോലെ മറ്റു രോഗങ്ങളും
പെട്ടെന്ന് തന്നെ അവർക്കൊരു ആശ്വാസം കാണുമ്പോൾ അവർ ഒത്തിരി ആളുകൾ നമ്മളോട് നന്ദി പറയണ്ട. അപ്പം ഞാൻ പറയും, എന്നോടെല്ലാം നന്ദി പറയണ്ട, ദൈവത്തിനോടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് രോഗം മാറാൻ സമയമായിട്ടുണ്ട്, അവരുടെ മുന്നിലിരിക്കുന്ന ദൈവം തന്നെയാണ് ഡോക്ടർ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ രോഗം മാറേണ്ട സമയമായതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയും, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാ ചെയ്തിട്ടുള്ളൂ. അവരുടെ സമയമാവുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തിപ്പെടും. യെസ്, ആ സമയമായി കഴിഞ്ഞാൽ അവരത് ദൈവം നമ്മളിലൂടെയാണ് അവർക്ക് മാറ്റം വിധിച്ചേക്കണമെങ്കിൽ ആ സമയമായി അവരിവിടെ എത്തിപ്പെടും. എങ്ങനെയാണെങ്കിലും ഡോക്ടറെ അടുത്ത് എത്തിപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ അടുത്ത് പറയും, ഒരൊറ്റ ആളുടെ അടുത്ത് ഞാൻ നിങ്ങൾ മരുന്ന് നിർത്ത് അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം പോകുന്നു ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ പല രോഗികളും എൻ്റെ അടുത്ത് പറയും മരുന്ന് നിർത്തട്ടെ എന്ന് വെച്ചാൽ അപ്പം തന്നെ ഞാൻ പറയും, വേണ്ട, നിങ്ങളുടെ ഡോക്ടർ മരുന്ന് എഴുതി നിങ്ങളുടെ ഡോക്ടർ തന്നെ നിർത്തി തരും. നിങ്ങളുടെ രോഗം മാറുമ്പോൾ അത് നിർത്തി തരുമല്ലോ. അപ്പൊ ഇത് മാറുമ്പോൾ നിങ്ങൾ അവരെ തന്നെ സമീപിച്ചാൽ മതി എന്നേ പറയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചികിത്സാ രീതിക്ക് പലപ്പോഴും ആളുകളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പഴി കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടറിൻ്റെ ഈ ഒരു ചികിത്സാ രംഗത്തേക്ക് ഡോക്ടർ കടന്നു വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പഴികളോ കാര്യങ്ങളോ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അപ്പം ഈ ചില ഗർഭിണികളെ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ അക്യുപഞ്ചർ അതുപോലുള്ള ഒരുപാട് ചികിത്സാ രീതികൾക്ക് ഇന്നും സമൂഹത്തിൽ പല ആളുകളും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടറുടെ ഈ ചികിത്സാ രീതി കൊണ്ട് ആരെങ്കിലും അത്തരത്തിൽ ഡോക്ടർക്ക് ആദ്യകാലങ്ങളിൽ വല്ലതും അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരാളുടെ അടുത്ത് കൃത്യമായിട്ട് പറയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചിലപ്പോൾ അലോപ്പതി ആയുർവേദം കൈവിട്ടതോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത രോഗങ്ങളായിരിക്കും, ചിലപ്പോൾ 10-20 വർഷം പഴക്കമുള്ള രോഗങ്ങളായിരിക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം വരും, ഒരു പ്രാവശ്യം വന്നിട്ടും പറയും, ഓ എനിക്ക് വലിയ കുറവില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായി. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ചിലവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഒരു പ്രാവശ്യമല്ല, നിങ്ങൾ ഒരു 5 പ്രാവശ്യം വാ. കാരണം ഒരു ചികിത്സാ രീതി എഫക്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു മിനിമം ഒരു സമയം കൊടുക്കണ്ടേ വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു 5 പ്രാവശ്യം നിങ്ങൾ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് പറഞ്ഞോ എന്നല്ല ഞാൻ പറയാറുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ആർക്കും കുറഞ്ഞിട്ടില്ല എന്നുള്ള പരാതി കേൾക്കാറില്ല. പിന്നെ ഞാൻ കൃത്യമായിട്ട് പറയും, നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് മാറും. ഇപ്പം ഞാൻ ഒരു കേസ് പറയാണ്, ഇപ്പോൾ ഒരാൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ് ആയിട്ട് വരുന്ന ആളാന്ന് ചോദിച്ചു, അത് ഇൻറ്റേർണൽ ഇഷ്യൂസ് കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ അവരോട് പറയും, ഞാൻ ചിലപ്പോൾ ഒരു 21 ദിവസം ട്രീറ്റ്മെൻറ്റേ പറയുള്ളൂ. ഈ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയും, നിങ്ങളൊരു 16 ആഴ്ചത്തോളം ഞാൻ പറയണ പോലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അതായത് എക്സസൈസ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഡയറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പലതരം ഓൾട്ടർനേറ്റീവ് തെറാപ്പികൾ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഫിസിയോതെറാപ്പി, നാച്ചുറോപ്പതി, മർമ്മ ചികിത്സകളും മാഗ്നറ്റ് തെറാപ്പി, അങ്ങനെ പല ടൈപ്പ് ചികിത്സകളും ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് റിഫ്ലെക്സോളജി മാത്രമല്ല എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡോക്ടർ സ്പെഷ്യൽ സാധനമാണ് കൊടുക്കുന്നത്. അതെ, ഞാൻ എല്ലാം കൂടി ചേർത്ത് ഞാൻ എൻ്റെതായ ഒരു ടെക്നിക്കാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ രോഗികളോട് പറയും, എൻ്റെ ട്രീറ്റ്മെന്റ് ഇത്ര മതി, പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയും. എനിക്കൊന്ന് കേരളത്തിലെ ആളുകൾക്കെല്ലാം ഇൻസ്റ്റന്റ് ചികിത്സയാണ് വേണ്ടത്. കാരണം എല്ലാവരും ചികിത്സിച്ച് എങ്ങും ചികിത്സയില്ലാതായിരിക്കും വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റന്റ് ചികിത്സ വേണം. അത് അവർക്ക് അവരുടെ രോഗത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഒരു കൈ മുറിവ് വന്നാൽ മിനിമം ഒരാഴ്ച വേണം മുറിവ് ഉണങ്ങാൻ. അതെ, മുറിവിന്റെ ആഴം കൂടുതലാണെങ്കിൽ 2-3 ആഴ്ച എടുക്കും. അതുപോലെ കൈ ഒടിഞ്ഞാലോ 1-1.5 മാസം എടുക്കും. ഇതേ ഒരു കാലിലാണെങ്കിലാ 3-3.5 മാസം എടുക്കൂലേ? ശരിയാണ്. അപ്പൊ ഓരോ സ്ഥലത്തെ സെൽസ് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെതായ ടൈം എടുക്കും. അത് രോഗി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളില്ല, ഈ കംപ്ലൈന്റും പറയില്ല. പക്ഷെ ആളുകൾക്ക് നിങ്ങൾ സൂചിപ്പിച്ച പോലെ പെട്ടെന്നൊരു റിലീഫ്, എവിടെ പോയാലും റിലീഫ് എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആകത്തില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ, വേദന സംബന്ധമായ രോഗങ്ങൾ പെട്ടെന്ന് റിലീഫ് ഉണ്ടാവും. വേദന ഇല്ലാത്ത പൂർണ്ണമായിട്ട് അവർക്ക് അതിന് റിലീഫ് ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്ത റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ മൈഗ്രെയിൻ ആയാലും ബാക്ക് പെയിൻ ഒക്കെ ആയാലും ചില ആളുകളുണ്ടല്ലോ, നടുവേനക്ക് പല സ്ഥലത്തും ചികിത്സിക്കാൻ പോയി, നടുവേന അപ്പോൾ ഒന്ന് കുറയും പിന്നെയും വരും. പറഞ്ഞ മനസ്സിലായ അതിന്റെ കാരണം അവർക്ക് ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാണ്. കാരണം സിസ്റ്റത്തിന്റെ ഒക്കെ ഫ്രണ്ടിലായിരിക്കും അവരുടെ വർക്കുകൾ.
അപ്പം ഒന്ന് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പ്രകാശവും ബാക്കി കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന മൈഗ്രെയിന്, പിന്നെ ഒറ്റ ഇരിപ്പിരിക്കുന്നതുകൊണ്ടുള്ള നടുവേദന, പിന്നീട് ഉദര സംബന്ധമായിട്ടുള്ള അസുഖം നോക്കുകയാണെങ്കിൽ എല്ലാവരും പുറത്തുനിന്നുള്ള ഫുഡുകളാണ്. അതെ. അപ്പം അങ്ങനെ വരുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടറെ അടുത്തേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കൊന്ന് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണ് കൂടുതലും വരുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് 100% ഇതിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നടുവേദനയുടെ കേസ് പറഞ്ഞത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെർമനന്റ് ആയിട്ട് വരില്ല. അതുപോലെ തന്നെയാണ് പലരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറയും രാവിലെയൊക്കെ നന്നായിട്ട് എക്സസൈസ് ചെയ്യണവരായിരിക്കും, പക്ഷെ വൈകുന്നേരം നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇന്റേണൽ വീക്ക്നെസ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തെറാപ്പിയിലൂടെ ഈ ഇന്റേണൽ ഓർഗൻസിനെ നാടി ഞരമ്പിനെ റിഫ്രഷ് ചെയ്താൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് തുടർന്ന് പോയാൽ അടുത്ത് തന്നെ അവർക്ക് ഡയബറ്റീസ് ആയാലും കൊളസ്ട്രോൾ ആയാലും ബ്ലഡ് പ്രഷർ ആയാലും ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവർക്ക് പല ഇന്റേണൽ ഇഷ്യൂസ് കൊണ്ട് ഇവരുടെ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാണ്ടാവില്ല. അപ്പൊ മസിൽസ് ഹെൽത്തി ആവില്ല. ഈ ഹെൽത്തി ആവാത്ത മസിൽസിനെ കൊണ്ടുപോയി എക്സസൈസ് ചെയ്താൽ എന്ത് പറ്റും, വീണ്ടും വീക്ക്നെസ് കൂടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ കൃത്യമായിട്ട് ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരം ഉണ്ടാകാൻ പറ്റും. ഈ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ തന്നെ ഈ പുളിച്ചത് കെട്ടൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, അപ്പൊ ഇതിനൊക്കെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഓരോ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഈ നെഞ്ചരിച്ചിലും പുളിച്ചു കെട്ടലും ഒക്കെ? അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് വന്നത്. സ്ട്രെസ് കൊണ്ട് വരാം, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇത് കൊണ്ട് വരാം, പല കാരണം കൊണ്ട് വരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തെടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സ്റ്റിമുലേഷൻ കൊടുത്ത് അതിന്റെ ഫങ്ഷൻസ് മെച്ചപ്പെടുത്തിയെടുത്താൽ അത് മാറിക്കിട്ടും. അതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് ഡയറ്റിന്റെ കൺട്രോൾ വേണമെങ്കിൽ അത് നമ്മൾ പറയും. എല്ലാവർക്കും ഡയറ്റിന്റെ ആവശ്യം വരാറില്ല. ഈ സ്കിൻ കംപ്ലൈന്റ് ആയിട്ടുള്ള രോഗങ്ങൾ അത് ഡോക്ടർ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചികിത്സിക്കാറുണ്ട്? അതായത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം താരൻ പോലുള്ള രോഗങ്ങൾ പലപ്പോഴും വരുന്നത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഉണ്ടാകാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അറിവ് എൻ്റെ അറിവിലും വെച്ച് അത് കറക്റ്റ് തന്നെയാണ്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാര്യം. കൂടുതലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാരണങ്ങൾ ഇതുപോലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നാണ് വന്നത്. എല്ലാത്തിലുമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, കൂടുതലും ഭൂരിഭാഗം. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ താരം പോലെ വന്നത് ഇതുകൊണ്ട് വരാം. അതുപോലെ തന്നെ സോറിയാസിസ്, നിരവധി ആൾക്കാരുടെ മെയിൻ പ്രശ്നമാണ് സോറിയാസിസ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് ആശ്വാസം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഇതെല്ലാം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിൻ്റെ നമുക്ക് നമ്മുടെ പേഷ്യൻ്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമുക്കുള്ള മറ്റുള്ള ചെക്കപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് വയറിനാണ് കൂടുതൽ പ്രശ്നം.